നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന സബ്ജക്റ്റ് FDയേക്കാൾ മികച്ച റിട്ടേൺ കിട്ടുന്ന ചില നിക്ഷേപ മാർഗ്ഗങ്ങളെ പറ്റിയാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം നിക്ഷേപ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും സേഫ്റ്റിയും ഒക്കെ പരിഗണിക്കാറുണ്ട്. സാധാരണഗതി സേഫ്റ്റി കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ എല്ലാവർക്കും സുപരിചിതമായ FDയേക്കാൾ നല്ല റിട്ടേൺ കിട്ടുന്ന ചില നിക്ഷേപ മാർഗ്ഗങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. FD സാധാരണഗതിയിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, എവിടെയാണ് FD ഇടേണ്ടത്, ഏത് ബാങ്കിലാണ് ഇടേണ്ടത്, ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ബാങ്കുകൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ സുരക്ഷയും എല്ലാം മുൻനിർത്തി പറയാറുള്ളത് നാഷണലൈസ്ഡ് ബാങ്കിൽ തന്നെ ഇടുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സേഫ്റ്റി കിട്ടുന്നത് നാഷണലൈസ്ഡ് ബാങ്കിലാണ്. നമ്മുടെ അടുത്തുള്ള ലോക്കൽ ബാങ്കുകളും മറ്റുള്ളവരും ഇതുപോലെ തന്നെ ഇതിനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും സേഫ്റ്റി നാഷണലൈസ്ഡ് ബാങ്കിലാണ്. പക്ഷേ ഒരു പ്രധാന കാരണം ഒരു 3.5% തൊട്ട് ഒരു 6.5% വരെയാണ് ഇവിടെ നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. ഇതുപോലെ ജീവിത ചെലവ് കൂടുമ്പോൾ ഇത്തരം റിട്ടേൺ പര്യാപ്തമാണോ എന്ന് പലപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്. തീർച്ചയായും ഇത് പര്യാപ്തമല്ല. കാരണം ഇൻഫ്ലേഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇൻട്രസ്റ്റ് പര്യാപ്തമല്ല. പക്ഷേ സീനിയർ സിറ്റിസണും മറ്റുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ ഉറപ്പായിട്ട് എല്ലാ മാസവും കിട്ടത്തക്ക രീതിയിൽ ഇതിൻ്റെ പലിശയൊക്കെ ക്രമീകരിക്കാം എന്നുള്ളതുകൊണ്ട് FD തന്നെയായിരിക്കും പലപ്പോഴും അനുയോജ്യമാകുന്നത്. ഇതിലും ലിക്വിഡിറ്റിയുള്ള പ്രോഡക്റ്റുകൾ പലപ്പോഴും മാർക്കറ്റിലുണ്ട്. പക്ഷേ അത് തിരഞ്ഞെടുക്കാനുള്ള മനസ്സുകൊണ്ടോ അതേപ്പറ്റി അറിവില്ലായ്മ കൊണ്ടാണ് പലരും എടുക്കാത്തത്. ഇനി സാധാരണഗതി നാഷണലൈസ്ഡ് ബാങ്കിനെക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒന്നാണ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ. ഇപ്പോൾ നമ്മുടെ ഇസാഫ് പോലുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്. ഇവിടെ താരതമ്യേന 1% അതായത് 0.5% മുതൽ 1% നാഷണലൈസ്ഡ് ബാങ്കുകളെക്കാട്ടിലും കൂടുതൽ നമുക്ക് റിട്ടേൺ കിട്ടാറുണ്ട്. മറ്റൊരു നിക്ഷേപ അവസരം പോസ്റ്റ് ഓഫീസാണ്. 0.5% മേളിൽ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കുകളെക്കാൾ ഇവിടെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി നൽകുന്നതിനാൽ കുറച്ചുകൂടെ ഉറപ്പുള്ള നിക്ഷേപങ്ങളാണ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകളെക്കാളും കുറച്ചുകൂടെ ഉറപ്പുള്ള നിക്ഷേപങ്ങളാണ് ഇത്തരം പോസ്റ്റ് ഓഫീസ് സേവിങ്. ഇനി പ്രധാനമായും നാഷണലൈസ്ഡ് ബാങ്കുകളിലും സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലും ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നൽകുന്ന ഒരു പരിരക്ഷ ഉണ്ട്. ഏതാണ്ട് ഒരു 5 ലക്ഷത്തിനടുത്തുള്ള എമൗണ്ടിന് ഇതിന് ഒരു ഇൻഷുറൻസ് നമുക്ക് കിട്ടും. ബാങ്കുകൾ നഷ്ടപ്പെട്ടാലും ഇതിനുള്ള എമൗണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗം NBFCകളാണ്. നമ്മുടെ നാട്ടിലുള്ള മണപ്പുറം, മുത്തൂറ്റ് ഇങ്ങനെയുള്ള NBFCകൾ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുണ്ട്. ഇവർ നമ്മളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്. ഇതിന് താരതമ്യേന കുറച്ചുകൂടെ നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി ഇത് ലോക്ക് ഇൻ പീരീഡ് ആണെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇനി മറ്റൊരു സ്കീം പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറയുന്നതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അത്യാവശ്യം നല്ല സിബിൽ സ്കോറുള്ള ആൾക്കാർക്ക് പണം കൊടുക്കുന്ന ഒരു രീതിയാണിത്. ഇവിടെയും നമുക്ക് NBFCയോളം റിട്ടേൺ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 8% കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി 3 മാസം മുതൽ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം. ഇതുകൂടാതെ KSFE, KTDFC അതുപോലെ ട്രഷറിയിലും നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഇതിനൊക്കെയുള്ള നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾ നമ്മൾ പരിഗണിച്ചിട്ട് വേണം ഇവിടെയൊക്കെ നമ്മൾ നിക്ഷേപിക്കാൻ. മറ്റൊരു നിക്ഷേപ മാർഗ്ഗം ഡെറ്റ് ഫണ്ടുകളാണ്. ഇത് മ്യൂച്വൽ ഫണ്ടിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ഡെറ്റ് ഫണ്ടുകൾ. ഇവിടെ തന്നെ ലിക്വിഡ് ഫണ്ട്, കോർപ്പറേറ്റ് ബോണ്ടുകൾ, ഗവൺമെൻറ് ബോണ്ടുകൾ ഒക്കെ ഉണ്ട്. ഗവൺമെൻറ് ബോണ്ടുകൾ താരതമ്യേന നല്ല സേഫ്റ്റി അതുപോലെ തന്നെ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പര്യാപ്തത എന്ന് പറഞ്ഞാൽ കൂടുതൽ കാലം വളരെ ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങളാണ് ഈ ഗവൺമെൻറ് ബോണ്ടുകളിലുള്ളത്. ലിക്വിഡ് ഫണ്ടുകൾ താരതമ്യേന കുറഞ്ഞ കാലയളവിലേക്ക് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഷോർട്ട് ടൈമിലേക്ക്, വളരെ ചെറിയ കാലയളവിലേക്ക് നമുക്ക് നിക്ഷേപിക്കുകയും അത് പിൻവലിക്കുകയും ചെയ്യാം. പക്ഷേ ഇതിനൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു ഇൻട്രസ്റ്റേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. മറ്റൊന്ന് കോർപ്പറേറ്റ് ബോണ്ടുകളാണ്. അതായത് കോർപ്പറേറ്റ് ബോണ്ടുകളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പൊതുജനങ്ങളിൽ നിന്നും മറ്റും പണം വാങ്ങുന്നതാണ് ഈ കോർപ്പറേറ്റ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഇത്തരം കോർപ്പറേറ്റ് ബോണ്ടുകളിൽ മാത്രമായി നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് നിക്ഷേപിച്ചാൽ വളരെ നല്ല ലിക്വിഡിറ്റി ഉണ്ട്. എപ്പോൾ വേണേലും നമുക്കത് വാങ്ങാൻ പറ്റും, എപ്പോൾ വേണേലും നമുക്കത് വിൽക്കാൻ പറ്റും. അത്യാവശ്യം നമുക്ക് FDയേക്കാളും നല്ല റിട്ടേൺ കിട്ടും. ഈ FDയോളം സുരക്ഷിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും സുരക്ഷിതമല്ല. പക്ഷേ ഇതിന് ലിക്വിഡിറ്റി ഉണ്ട്. പണം നഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഒന്നിൽ കൂടുതൽ കമ്പനികളുടെ കോർപ്പറേറ്റ് ബോണ്ടുകളിലാണ് ഈ പണം നിക്ഷേപിക്കുന്നത്. 1-2 കമ്പനി പൊട്ടിപ്പോയാൽ പോലും നമ്മുടെ നിക്ഷേപത്തിന് അത് പരിരക്ഷ ലഭിക്കും. കാരണം ബാക്കിയുള്ള ബോണ്ടുകളെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയില്ല. കൂടാതെ ഇത് പരിചയസമ്പന്നരായ ഫണ്ട് മാനേജേഴ്സാണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവർ വളരെ നല്ല കോർപ്പറേറ്റുകളുടെ ബോണ്ടുകളിൽ മാത്രമേ ഇത്തരത്തിൽ നിക്ഷേപിക്കാൻ സാധ്യതയുള്ളൂ. ഇനി മറ്റുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇതിന് പ്രധാന പ്രശ്നം ഇതിനു മുമ്പ് പറഞ്ഞ FDയുടെ അത്രയും ഒരു സേഫ്റ്റി ഇല്ല എന്നുള്ളതാണ്. മാർക്കറ്റ് ഫ്ലക്ച്വേഷന് ഇത് ബാധകമാണ്. നമുക്ക് ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഇടുന്ന ഒരാൾ 30 to 40% ഇക്വിറ്റി ഫണ്ടുകളിലൊക്കെ ഇട്ട് വേണമെങ്കിൽ ബാലൻസ് ചെയ്ത് നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് FDക്ക് പകരമായി നമുക്ക് നോക്കാവുന്ന ചില നിക്ഷേപ മാർഗ്ഗങ്ങൾ.